ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ അമിത വാത്സല്യം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന കുറച്ച് ദോഷഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും ഒന്നോ രണ്ടോ കുട്ടികളെ കാണാറുള്ളൂ. ഈ കുട്ടികളെ രക്ഷകർത്താക്കൾ വളരെയധികം പാമ്പർ ചെയ്തും കെയർ ചെയ്തുമൊക്കെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതിൻ്റേതായ ഒരുപാട് ദോഷഫലങ്ങളും ഈ കുട്ടികൾക്കുണ്ട്. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് തലേ ദിവസം തന്നെ ഹോംവർക്ക് എഴുതി വെക്കണമെന്നും ടൈം ടേബിൾ നോക്കി ബുക്കെല്ലാം അടുക്കി പെറുക്കി വെക്കണം എന്നുള്ളത് ആ കുട്ടിയെ ഒരു ചെറിയ ക്ലാസ് മുതലേ ആ കുട്ടിയെ അത് ശീലിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് കുട്ടിയെ തലേ ദിവസം അതൊന്നും ചെയ്യിപ്പിക്കാതെ രാവിലെ ആകുമ്പോൾ ബുക്ക് പെറുക്കി വെക്കുന്നത് അമ്മ, വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുന്നത് അമ്മ, ചോറെടുത്ത് വെക്കുന്നത് അമ്മ, ഈ കുട്ടിയെ സ്കൂളിലോട്ട് കൊണ്ട് ഓടുന്നത് അമ്മ, പല്ല് തേപ്പിക്കുന്ന അമ്മ, കുളിപ്പിക്കുന്ന ഇങ്ങനെ എല്ലാത്തിനും അമ്മയുടെ ഒരു പുറകെ നടന്ന് അമ്മമാർ ചെയ്തു കൊടുത്ത് സ്നേഹം കാണിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടിയെ കൊച്ചുനാൾ മുതൽ ഒരു 2ാം ക്ലാസ് മുതലെങ്കിലും കുട്ടിയെ അവൻ്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനും ഹോംവർക്ക് എഴുതാനും അത് പഠിക്കാനുള്ള ഭാഗങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോകാനും ഒക്കെ ആ കുട്ടികളെ ശീലിപ്പിച്ചുകൊണ്ട് വരണം. കഴിവതും ഒരു 5ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമ്മൾ ആ കുട്ടിയുടെ കൂടെ പുറകെ നടന്ന് ഹോംവർക്ക് എഴുതിയോ പിന്നെ പഠിക്കാനുള്ളത് പഠിച്ചോ അമ്മ ഇരുന്നാലേ പഠിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധ ബുദ്ധി ഉള്ള കുട്ടികളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ അമിത വാത്സല്യം മൂലം ഉണ്ടാകുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ള വീടുകളാണെങ്കിൽ പിന്നെ ഒട്ടും കുട്ടികൾക്ക് ഒരു എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു അടിയൊന്നുള്ള കൊടുത്താൽ പോലും ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ വഴക്ക് പറയും, കുട്ടിയായിട്ട് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാലും അടി കൊടുക്കേണ്ടതിനൊക്കെ നമ്മൾ അടി കൊടുത്ത് തന്നെ വളർത്തണം. കുട്ടിനാളിൽ പുസ്തകമെല്ലാം അടുക്കി പറക്കി വെക്കുക, ഹോംവർക്ക് നോക്കുക, ഹോംവർക്ക് എഴുതുക, ടൈം ടേബിൾ നോക്കി പുസ്തകമെല്ലാം തലേ ദിവസം തന്നെ അടുക്കി പറക്കി വെക്കാൻ കൊച്ചുനാളിൽ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ പിറ്റേന്ന് രാവിലെ എണീക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. കുറേ ദിവസം അടുപ്പിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ സമയമാകുമ്പോൾ കുട്ടികൾ തനിയെ എഴുന്നേൽക്കും. എഴുന്നേൽപ്പിച്ച ഉടനെ പിന്നെ കുളിപ്പിക്കാൻ കൂടെ പോവുക. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയൊന്നും കുളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടി തന്നെത്താനെ കുളിക്കണം, തന്നെത്താനെ അവൻ്റെ യൂണിഫോം എടുത്തിടാൻ പഠിക്കണം, തന്നെത്താനെ ഷൂസ് കെട്ടാൻ പഠിക്കണം, സോക്സ് ഇടാൻ പഠിക്കണം. ഇതൊക്കെ കുട്ടികളുടെ ഉത്തരവാദിത്തം. 5ാം ക്ലാസ് എത്തുമ്പോൾ ഇത്ര 10 വയസ്സ് 11 വയസ്സായി. ഒരു 2ാം ക്ലാസ് മുതലെങ്കിലും ഈ കുട്ടികളെ ഇതെല്ലാം ശീലിപ്പിച്ചുകൊണ്ട് വരണം. 10ാം ക്ലാസ്സിലും കുട്ടിയുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയും ബെൽറ്റ് കെട്ടിക്കൊടുക്കുകയും ഷൂസ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അമ്മയെ എനിക്കറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തി വന്നാൽ ഈ കുട്ടികളൊക്കെ നാളെ എന്താ ചെയ്യുക? അതേപോലെ ഹോംവർക്ക് ഒരു ദിവസം സ്കൂളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഹോംവർക്ക് കുട്ടിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോ കൂട്ടുകാരിയുടെ വീട്ടിലോ വിളിച്ച് ചോദിക്കുമ്പോൾ ആ കുട്ടി ഹോംവർക്ക് മൊബൈലിൽ ഇട്ട് കൊടുക്കും. ഇത് എഴുതിയെടുക്കുന്നതാരാ? അമ്മ. മോനെന്താ എഴുതാത്തെ? മോനെ ആ സമയം കാർട്ടൂൺ കാണുകയോ മൊബൈലിൽ കളിക്കുകയോ ചെയ്യും. അമ്മ ഈ ഹോംവർക്കെല്ലാം ഇരുന്ന് എഴുതിയെടുക്കുക. പഠിക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അവനെ പഠിപ്പിക്കുക. ഇത്രയും ബുദ്ധിമുട്ടുന്നതിന് അമ്മ എങ്ങനെ ഇരുന്ന് പഠിച്ചാൽ മതി, പരീക്ഷയ്ക്ക് അമ്മ പോയി അങ്ങ് എഴുതണം. ഇങ്ങനൊന്നും കുട്ടികളെ അമിത വാത്സല്യം കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ഹോംവർക്ക് എഴുതുക എന്നുള്ളതും പഠിക്കുക എന്നുള്ളതും ഒക്കെ കുട്ടിയുടെ ഉത്തരവാദിത്തമാണെന്ന് അവനെ ആ ചെറുപ്പകാലം മുതൽ ഞാനിപ്പം അവനെന്ന് പറഞ്ഞെങ്കിലും പെൺകുട്ടിയെ 2 പേരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിയെ അത് ഉത്തരവാദിത്തത്തോടെ പഠിപ്പിച്ചു തരും. പിന്നീട് നമ്മളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നല്ലാതെ നമുക്കിപ്പോൾ അവർക്ക് എന്തിനെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു വിഷയം അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന അമ്മയും അച്ഛനോ ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ കണക്കിനൊക്കെ വീക്കുള്ള കുട്ടിക്ക് അമ്മയും അച്ഛനോ അധ്യാപകരൊക്കെ ആണെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഏത് വിഷയത്തിനായാലും അതൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാതെ കുട്ടിയുടെ കൂടെ നടന്ന് പഠിക്കുക, അവിടെ ഇരിക്കുക, അമ്മ കൂടി ഇരുന്നേ ഞാൻ പഠിക്കത്തുള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞ് വളർത്തുന്നത് ഒട്ടും നല്ലതല്ല. കുട്ടിയെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൊച്ചുനാളിൽ തന്നെ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ ചോറ് വാരി കൊടുക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തിനാ ഈ ചോറ് വാരി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ ഒരു വീട്ടിൽ ഞാൻ കണ്ടതാണ്, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ നടക്കുക, തലമുടി കെട്ടിക്കൊണ്ട് നടക്കുക. ആ തലമുടി ആ കൊച്ചു കെട്ടുന്നതിൻ്റെ കൂടെ ദോശ പിച്ചി വായിൽ വെച്ച് കൊടുക്കുക. +2 പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ? അത് അവൾക്ക് കഴിക്കാൻ സമയമില്ല, കഴിക്കാതെ പോകും, അതുകൊണ്ട് വായി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോറ് ഒരു ദിവസം അമ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അന്ന് കഴിക്കാതെ പോകും. കഴിക്കാതെ പോയാൽ എന്ത്? തല കറങ്ങി വീഴും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ഏറ്റവും കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ അമിത വാത്സല്യം കൊടുത്ത് വളർത്തുന്ന കുട്ടികൾ നാളെ ഒരു കാലത്ത് ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും.
വല്ല ഹോസ്റ്റലിലോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജീവിത സാഹചര്യത്തിൽ ഇനി ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പലതും വരും. അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഈ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരും. മാനസികമായ ഒരു ധൈര്യക്കുറവ് വരും. എല്ലാ കാര്യത്തിലും റിസ്ക് എടുക്കാനേ പേടിയാവും. അപ്പോഴത്തേക്കിന് എന്നും ഈ അമ്മയും അച്ഛനും കൂടെ കാണും? ഇല്ലല്ലോ. അപ്പോഴത്തേന് ആത്മഹത്യ ചെയ്യുക, അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളിലോട്ടൊക്കെ മനസ്സ് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കൊച്ചു നാളിലെ കുട്ടികളെ ഈ നന്നായി ഈ അടിസ്ഥാനപരമായ അവരുടെ ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാതെ വളർത്തുന്നത് കൊണ്ടും വരുന്നതാണ്. അമ്മയും അച്ഛനും സ്നേഹം കൊടുക്കണം, അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണങ്ങൾ കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടിയെ +2 ആയാലും ഡിഗ്രിക്കായാലും എൻ്റെ മോള എൻ്റെ മോന കല്യാണം കഴിച്ചു വിട്ടാലും പിന്നെ അവരുടെ കൂടെ നടന്ന് അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെ അങ്ങ് ജീവിച്ച് ആ കുട്ടിയെ നശിപ്പിക്കാൻ ഒരു രക്ഷകർത്താക്കളും തുനിയരുത്. അതൊക്കെ പുറം രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ഒട്ടും കുട്ടികളെ അവരുടെ കൂടെ നിർത്തത്ത് പോലുമില്ല. അവർക്ക് പഠിക്കണോ, അവർ സ്വയം പൈസ കണ്ടെത്തി അവർ പഠിച്ചോണം. ആഴ്ച 2 ദിവസമേ ക്ലാസ് കോളേജുകളിൽ കാണുകയുള്ളൂ. ബാക്കി 5 ദിവസം അവർ പണി ചെയ്ത് അതിന് പഠിക്കാനുള്ള ശമ്പളം അവരുണ്ടാക്കി വേണം പഠിക്കാൻ. അതൊക്കെ പുറം രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ജീവിക്കുന്നത്. അത്രയൊന്നും നമ്മുടെ നാടൊന്നും വളർന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കിയാണ് കുട്ടികളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഈ കുഞ്ഞുനാളിലെ അമ്മമാരും അച്ഛന്മാരും അതുപോലെ അപ്പൂപ്പനും അമ്മമ്മയും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹം കൊടുക്കണം ആവശ്യത്തിന്. അതുപോലെ എന്തും അങ്ങ് സാധിച്ചു കൊടുത്ത് കുട്ടികളെ എന്ത് കാര്യം പറഞ്ഞാലും അന്നേരം സാധിച്ചു കൊടുത്ത് ഒരു രീതികളുണ്ട്. അത് അച്ഛനമ്മയും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അപ്പൂപ്പനും അമ്മയും വാങ്ങിക്കൊടുക്കും. അതും ഒരു വളരെയധികം ദൂഷ്യഫലം ചെയ്യും. വളർന്നു വരുമ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല, അവൻ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോഴും നമുക്ക് ചിലപ്പോൾ അന്ന് അപ്പൂപ്പനും അമ്മമ്മയും പോലും ജീവിച്ചിരിക്കുന്നതും കാണത്തില്ല. നമ്മുടെ സാഹചര്യത്തിൽ അതൊന്നും വാങ്ങിക്കൊടുക്കാനും പറ്റില്ല. അപ്പോഴത്തേന് കുട്ടി വയലൻ്റ് ആവുകയും വീട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ അവരെ അന്നന്ന് അവരോട് തന്നെ ഇരുന്ന് പഠിക്കട്ടെ. പഠിച്ചില്ലെങ്കിൽ വിട്ടേക്കും. പിറ്റേ ദിവസം പോയി ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കണം. അയ്യോ ടീച്ചർ അടിക്കും, അതുകൊണ്ട് മോൻ്റെ ഹോംവർക്ക് ഞാനങ്ങ് എഴുതി കൊടുക്കുക എന്ന് കരുതി ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് കുട്ടിയോട് ചെയ്യുന്നത്. അവൻ്റെ അന്നേരം മുതൽ അവൻ്റെ മനസ്സിൽ ആ ചിന്ത വരും, ഞാൻ എഴുതിയില്ലെങ്കിലും അമ്മ എഴുതി തരുമല്ലോ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കത്തുമില്ല അവർ, അതത് ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഈ അമിത വാത്സല്യം മൂലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം അവരെ തന്നെ ഏൽപ്പിക്കുക. അതുപോലെ തുണി നനയ്ക്കുന്നത് ഒരു 6-ാം ക്ലാസ് മുതലേ തുണി നനച്ച് പഠിപ്പിക്കണം. അവർ തന്നെ നനയ്ക്കട്ടെ. ഇപ്പം പിന്നെ എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീനുണ്ട്, അതിനകത്തെങ്കിലും കൊണ്ടുവിടാൻ പഠിപ്പിക്കണം. അല്ലെങ്കിൽ തുണി തന്നെ നനയ്ക്കണം. അഴുക്ക് പോയില്ലെങ്കിൽ പോട്ടെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുത്ത് കഴുകാം. എങ്കിലും കുട്ടികൾ തന്നെ അത് അവരവരുടെ തുണി അവരവർ കഴുകി അവരെ ശീലിപ്പിക്കണം. അയ്യോ മോന് കഴുകാൻ അറിയത്തില്ല, അല്ലെങ്കിൽ മോക്ക് കഴുകാൻ അറിയത്തില്ല, +2 പഠിക്കുന്ന മോടെ ചുരിദാർ ഞാനാ ഇപ്പോഴും കഴുകുന്നത്, എന്ത് ഒരു ഗമയിലെ ആൾക്കാരെയൊക്കെ ചിലപ്പം പറയുന്നത് കേൾക്കുന്നത്. അത് ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ അവരുടെ ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഓരോ പ്രായത്തിലും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ച് തന്നെ കുട്ടികളെ വളർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയിൽ അവർക്കത് പ്രാവർത്തികമാക്കി വരാനും അടുത്ത തലമുറ നല്ല ശോഭനമായ ഒരു കുട്ടികളായി വളരാനും കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ അവർക്ക് നേരിടാനും ഒരു കരുത്ത് കിട്ടണമെങ്കിലും കൊച്ചുനാളിലെ അവരുടെ ആ സ്വഭാവ രൂപീകരണം നല്ലതാക്കി വളർത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് ആ മനോധൈര്യം കിട്ടണമെങ്കിലും ഒക്കെ അവരെ ആ കുഞ്ഞുനാളിലെ അമിത വാത്സല്യം കൊടുത്ത് അവരെ നശിപ്പിക്കാതിരിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വിഷയമായി നാളെ കാണാം.